അല്ല, ശ്രീചിത്ര മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഇപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും അവിടത്തേക്കാണ് റെഫർ ചെയ്ത് ഇപ്പൊ ന്യൂറോയുടെയും അതുപോലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാകുന്നതാണ്. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഒരു സ്ഥിതിയിലേക്ക് ഇത് തരം താഴ്ന്നു പോകുന്നു എന്നുള്ള ഒരു ഭയാശങ്കയുണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് ഇത് ഈ അവിടെയുള്ള കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് അവിടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കണം, അതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിന് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ രംഗത്ത് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ തന്നെയാണ്. കാലപ്പഴക്കം ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ, അത് പിന്നെ ആശുപത്രികളിൽ മാറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ പിഴവുകളുണ്ട്. ഗുണമേന്മയുള്ള ചികിത്സ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ പ്രധാനമായിട്ട് ഈ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതൊക്കെ ഈ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, ആശുപത്രിയുടെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഇതൊക്കെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ ആലോചിക്കുകയും ഭരണം നടത്തുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരിലുണ്ടായിട്ടുള്ള വീഴ്ച ആണ് ഇത് എന്നുള്ളത്. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് ഈ ഒരു സ്തംഭനാവസ്ഥ, ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം എത്തിയതിനെ കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം തന്നെ നടത്തുകയും ഇതിന്റെ ഈ ഇപ്പോ ഓപ്പറേഷൻ ഒക്കെ മുടങ്ങുന്നു ഇന്നു മുതൽ എന്നുള്ളതാണ് അറിയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. വളരെ ഗുരുതരമായ രോഗികൾ അവിടെ ഓപ്പറേഷൻ ഇപ്പൊ തന്നെ പലപ്പോഴും നമുക്ക് പല ആശുപത്രികളിൽ നിന്നും അവിടെ എത്തുമ്പോൾ അവിടെ അതിനുള്ള ടൈം പോലും കിട്ടുന്നില്ല, അതിനുള്ള അവസരം ഉടൻ തന്നെ ലഭ്യമാകുന്നില്ല, മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഈ ചികിത്സ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം. കേന്ദ്രമന്ത്രിയൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ഉത്തരവാദിത്തോട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായമാണെങ്കിൽ അതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സ്ഥാപനമാണ് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.